കേരളത്തിൻ്റെ നമ്പർ 1 ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞു. റിസോഴ്സ് ക്രഞ്ച് അല്ലെങ്കിൽ ലോൺ എടുത്തുള്ള മുന്നോട്ട് പോക്ക് വഴിമുട്ടുന്നു. ഞാൻ പറഞ്ഞു കേരള ഈസ് സഫറിങ്. ഇമ്മീഡിയറ്റ്ലി ഷീ സെഡ്, നിങ്ങളുടെ ഫൈനാൻസ് മിനിസ്റ്റർ സംസാരിക്കാൻ തയ്യാറല്ല, ഞാൻ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ ചോദ്യം, ഇവർ തിരിച്ചടച്ചില്ല തന്നെ ചെയ്യും, കേന്ദ്രം അടക്കട്ടെ. ഒന്നാമത്തെ IT പാർക്ക് ഇന്ന് 16ാമത്തെ IT പാർക്ക്. ഈ ഒരു ആക്ടിവിറ്റി നമ്മുടെ ആളുകളുടെ പണം പോകുമോ എന്നുള്ളൊരു ആശങ്ക എനിക്ക് ഡെഫിനറ്റായിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ പ്രബുദ്ധ മലയാളികൾ എന്ന് പറയുമെങ്കിലും നമ്മൾ എനിത്തിങ് ദാറ്റ് ഇസ് ഹാവിങ് എ ഹയർ റിട്ടേൺ, അതെ, ഇവിടുത്തെ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ പോലും ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. ഞാനും നിങ്ങളൊക്കെ താമസിക്കുന്നതും വരുമാനമുണ്ടാക്കുന്നതും ഒക്കെ ഉള്ളൊരു സംസ്ഥാനം ഇതാണ്. അതെ അതെ. അവൻ ഐ ആം സ്കെയർഡ്. നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഇപ്പം സുപ്രീം കോടതിയിൽ ചെന്ന് കേരളം ഒരു 23,000 കോടിയും കൂടെ വേണമെന്ന് പറഞ്ഞു. എനിക്കത് 13,608 കോടിയും കൊണ്ട് കൊടുത്തു. എൻ്റെ അവസാനം തള്ളി. ഈ കേസ് ഇപ്പം ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? കേരളത്തിൻ്റെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? കേരളത്തിൻ്റെ നമ്പർ 1 ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞു. ഓക്കെ. ഇവിടെ നമുക്ക് ഡെവലപ്മെൻറ്റിന് പണമില്ല. ഇല്ല. എന്നാൽ നമ്മളൊരു പ്രൈവറ്റ് ആളുകളെ കൊണ്ടുവന്ന് അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു എൻവറോൺമെൻറ്റും കറക്റ്റ് അല്ല. ഒരു പൊളിറ്റിക്കലോ അല്ലെങ്കിൽ ആ ഒരു എൻവറോൺമെൻറ്റ് കൊടി വെക്കും. അപ്പോൾ ഇപ്പം മറ്റേ അദ്ദേഹത്തിൻ്റെ ഹിറ്റെക് സാബുവിൻ്റെ തന്നെ കാര്യം പറഞ്ഞു. 50,000 പേർക്ക് അവിടെ തൊഴിൽ കൊടുത്തു. രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഞാനൊരു 100% സാബു പറയുന്നതിനോട് ഞാൻ യോജിപ്പില്ല. കാരണം ഇവിടെ നമുക്ക് 50,000 പേരില്ല. ഓക്കെ. ജോലി കൊടുക്കണം എന്നുണ്ടെങ്കിലും 50,000 പേരില്ല. കാരണം നമ്മുടെ ഡെമോഗ്രാഫി അങ്ങനെയാണ്. തെലങ്കാനയിൽ ഈ പറയുന്ന പോലെ ആളുകളെ കിട്ടുന്ന കുറച്ചുകൂടി ഈസിയാണ്. ഞാനൊരു 80% അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാദത്തിനോട്. സാബു എന്നോട് പറഞ്ഞത് ഈ പ്രതിസന്ധി ഗുണമായി. അവിടെ എല്ലാം എളുപ്പമായി. ഒന്ന്, സർക്കാർ വൈദ്യുതി ഫ്രീ കൊടുക്കും, തൽക്കാലത്തേക്ക് വെള്ളം കൊടുക്കും, സേഫ്റ്റിയും സെക്യൂരിറ്റി എല്ലാം സർക്കാർ തന്നെ ചെയ്യും. പ്ലസ് തൊഴിലാളികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പോൾ അവരെന്ത് ചെയ്യുന്നു, പരുത്തി എടുക്കാൻ വേണ്ടിയിട്ട് പോവാം അവിടെ തന്നെ. അപ്പം റിസോഴ്സും ഇഷ്ടം പോലായി. അപ്പം ഭയങ്കര ലാഭം. അപ്പം ഞാൻ ചോദിച്ചു, മാർക്കറ്റോ? എന്തേരം ഉണ്ടാക്കിയാലും അമേരിക്ക മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക എന്താ ചെയ്യുന്നത് വെച്ചാൽ പല കമ്പനികളോട് മേടിക്കുന്നത്. ഇവരുടെ ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇവരുടെ പ്രോഡക്റ്റ് കൂടിയാൽ, ക്വാണ്ടിറ്റി കൂടിയാൽ അവർ വേറെ കമ്പനി കട്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഈ അലമ്പുണ്ടായത് ഭാഗ്യമായി. നേരത്തെ പോയിരുന്നെങ്കിൽ ഒരു 750 കോടി കൊണ്ട് എനിക്ക് ലാഭം ഉണ്ടായിരുന്നു. ഓക്കെ. എന്നിട്ട് അപ്പോൾ നാച്ചുറലി ഈ പറയുന്ന ഒരു റിസോഴ്സ് ക്രഞ്ച് അല്ലെങ്കിൽ ലോൺ എടുത്തുള്ള മുന്നോട്ട് പോക്ക് വഴിമുട്ടി നിൽക്കും. ഇപ്പം പല എക്കണോമിസ്റ്റുകളുടെയും ഒരു അനാലിസിസ് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ആസ് സച്ച് എക്കണോമിസ്റ്റ് അല്ല. അപ്പോൾ പറയുന്നത് ഈ സാലറീസ് പോലും ഒരു പക്ഷേ ഡിലേ ആകാൻ നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോഷ്യൽ പെൻഷന് ബുദ്ധിമുട്ടുണ്ടാകാം. മാത്രമല്ല, ഈ പറയുന്ന നേരത്തെ ഒരു അഡ്വാൻസ് ഡ്രോവിൽ ആയിട്ടാണ് ഇത് കൊടുത്തിരുന്നത്. ലോൺ ഈ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരുന്ന ലോൺ റെഡ്യൂസ് ചെയ്യും. അപ്പം ടോട്ടലി നമ്മുടെ ഒരു എക്കോണമിക്ക് വളരെയധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇത്. രണ്ട്, ഈ ഞാൻ ഷാജൻ്റെ പൈസ തരണമെങ്കിൽ എനിക്ക് എന്ത് വേണം? പലിശ കിട്ടണം, ട്രസ്റ്റ് വേണം. ആദ്യം ആദ്യം വേണ്ട ട്രസ്റ്റാണ്. കൊടുത്ത പണമെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ള. അപ്പം ട്രഷറി വാസ് സീൻ ആസ് ഒരു വലിയ ഒരു ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമല്ലേ, അതുകൊണ്ട് ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജനറലി പെൻഷനൊക്കെ ആകുമ്പം അവർക്ക് കിട്ടുന്ന പെൻഷൻ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനഫിറ്റ്സ് മുഴുവൻ പലരും പ്ലേസ് ചെയ്തിരുന്നത് ട്രഷറിയിലാണ്. ഈവൻ ആ ട്രഷറിയിൽ ഇട്ടിരിക്കുന്ന പൈസയും ആക്ച്വലി ഗവൺമെൻറ്റിന് യൂസ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിന് കുറവ് വന്നേക്കാം, അല്ലെങ്കിൽ ഒരു 6% കൂടുതൽ എന്നൊക്കെ പറയുന്ന കരുവന്നൂർ വല്ല കോഓപ്പറേറ്റീവ് ബാങ്ക് ഇടുന്നതിനെക്കാട്ടിലും ട്രഷറിയിൽ ഇടുന്നതാണ് ബെറ്റർ എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ടായിരുന്നു. കുറവ് വരും എന്നുള്ള 2 കാരണം കൊണ്ട് പറയാം. ഒന്ന്, ഇവർ ഈ 26-ാം തീയതിക്ക് മുമ്പ് വലിയ പലിശയ്ക്ക്, നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ പലിശയ്ക്ക് ട്രഷറിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ഷണിച്ചെങ്കിൽ ആരും പൈസ ഇട്ടില്ല. 2, ഇന്നലെ 1-ാം തീയതി എന്നെ സംസ്ഥാന സർക്കാരിന് ഉയർന്ന പദവിയിലിരുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എൻ്റെ നിക്ഷേപം ട്രഷറിയിലാണ്,
എല്ലാ മാസം 1-ാം തീയതി പലിശ കിട്ടുമായിരുന്നു. പലിശ കിട്ടിയില്ല. ഇത് 2ാം തവണയായപ്പോൾ ഞാനിത് പിൻവലിച്ചേക്കാന്ന് ഓർത്തു. അപ്പം ദിസ് ഫെസിലിറ്റി ഈസ് നോട്ട് അവൈലബിൾ എന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ നാച്ചുറലി ഞാൻ പറയുന്നത് ആ സമയം നമുക്കതൊരു ഒരു ഒരു എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയില്ല. കാരണം ഞാനും നിങ്ങളുമൊക്കെ താമസിക്കുന്നതും വരുമാനമുണ്ടാക്കുന്നതും ഒക്കെ ഉള്ളൊരു സംസ്ഥാനം ഇതാണ്. അതെ അതെ. അവൻ ഐ എം സ്കേർഡ്. ഈ നെക്സ്റ്റ് ജനറേഷൻ ഇവിടെ നിന്ന് മാറിപ്പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊരു ഒരു ഒരു വലിയ തോതിലൊരു ഒരു മിസ്ട്രസ്റ്റ് ഉണ്ടാക്കുന്നു. എസ്പെഷ്യലി വെൻ ട്രിവാൻഡ്രം പോലെ ഒരു അവിടെ പിഴിഞ്ഞം പോർട്ട് വരുന്നു, ഒരു ആക്ടിവിറ്റി വരുന്നു. ഇവിടെ നമ്മൾ വളരെ റോബസ്റ്റ് ആയിട്ടുള്ളൊരു എക്കോണമിയും ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി സ്റ്റേറ്റും ആകേണ്ട സ്ഥലത്താണ് ഇന്ന് നമ്മുടെ ആളുകൾ ട്രഷറി കൊണ്ടുപോയി പണം നിക്ഷേപിക്കാൻ പേടിക്കുന്നു. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഐ ക്യാൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇത് കാണും എന്നൊരിക്കലും വിശ്വസിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ശ്രീ പത്മനാഭന്റെ 10 ചക്രം എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് അത് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ഇത് നമുക്കൊരു ഒരു ഒരു നമ്മുടെ സ്റ്റേറ്റിന് ഒരു വലിയ നാണക്കേടാണ്. അത് വരാൻ പാടില്ലായിരുന്നു. അല്ല, ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് സാർ. ഇപ്പം ഞാൻ ഇന്നലെ ആ വണിക വൈശ്യ സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് പോയി. വി ഡി സതീശൻ രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ട് പോയി. കടകംപള്ളി സുരേന്ദ്രൻ വന്ന് സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞപ്പം ഞാൻ അക്ഷരാർത്ഥത്തിൽ വിഷമിച്ചു. എനിക്ക് രാഷ്ട്രീയം പറയേണ്ട, മറുപടി പറയണമെന്ന് ഞാൻ വിട്ടുകളഞ്ഞു. പുള്ളി പറഞ്ഞേ കഴിഞ്ഞ ഒരു കൊല്ലം ഏതാണ്ട് 1.25 ലക്ഷം പുതിയ സംരംഭങ്ങളോട് തുടങ്ങിയതാണ്. ഓർക്കണം, എന്തൊരു നുണയാന്ന് ഓർക്കണം. ഈ രജിസ്ട്രേഷൻ, ഉദ്യം രജിസ്ട്രേഷൻ, അപ്പോൾ ഇവിടെ ഒന്നും തുടങ്ങുന്നില്ല, പക്ഷേ ഇവർ അവകാശപ്പെടുന്നു. തുടങ്ങുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നല്ലേ നമ്മൾ ആലോചിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞ എനിക്കും നിങ്ങൾക്കും ഒക്കെ ശിഷ്ടകാലം ജീവിക്കേണ്ട ആളുകൾ നമ്മുടെ തലമുറയ്ക്കും. അപ്പോൾ ഇപ്പോൾ അത് പറയാൻ ഒക്കില്ല. കാരണം ഇപ്പം കുട്ടികളൊക്കെ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന എല്ലാവരും പോവുക. അപ്പോൾ പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുന്നത് അറ്റ് ആർ ഏജ് പ്രോബ്ലി കുറച്ച് ഇന്നത്തെ ഒരു ലോഞ്ചിവിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ കാലം കൂടെയൊക്കെ ഇവിടെ ജീവിക്കേണ്ടി വരികയാണെങ്കിൽ 20 കൊല്ലം കൂടെങ്കിലും അല്ലേ, ഇറ്റ് ഇസ് ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നു. അവൻ നാച്ചുറലി ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ടുള്ള അനാലിസിസ് ചെയ്യണം. ഒരു സർക്കാരും ബ്യൂറോക്രാറ്റ്സും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് കിറ്റെക്സാവ് മുതൽ നിസാനിൻ്റെ നമ്മൾ ഏറ്റവും പറയുന്നത് ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത ഒരു ഇതായിരുന്നു IT മേഖല. അതെ. അപ്പം 1ാമത്തെ IT പാർക്ക് ഇന്ന് 16ാമത്തെ IT പാർക്കാണ്. അപ്പം ഡെഫിനറ്റായിട്ടും ഇത് ഒരു പൊല്യൂട്ടൻ്റ് അല്ല. അപ്പോൾ ഈ പറയുന്ന ആളുകൾ എന്തുകൊണ്ട് നിസാൻ ഇവിടെ വന്ന് വളരെ വലിയ ഫാൻഫെയറോടുകൂടി വന്നു എന്നാൽ ഇന്ന് അവർ വളരെ ലിമിറ്റഡ് ആളുകളെ വെച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിസാൻ വന്ന ആ ഇമ്പാക്റ്റ് ഇല്ല. വലിയ വലിയ കമ്പനീസ് ഒന്നും അങ്ങനെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഇതോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നാച്ചുറലി അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഫണ്ടമെൻ്റൽ കുഴപ്പം. അതെന്താണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണ്ടേ. ഈ പറയുന്ന കാര്യം ചെയ്താൽ മാത്രമേ ടാക്സ് പിരിയുള്ളൂ. ഇന്ന് നമ്മൾ 12% ടാക്സ് റവന്യൂവിൽ വരുമാന വർധന ഉണ്ടെന്നും ഇന്ന് കഴിഞ്ഞ ഒരു വർഷത്തെ ലക്ഷക്കണക്കിന് കോടി രൂപ GST പിരിച്ചെന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താ? പ്രൊഡക്ഷൻ ഇല്ലാതെ, സർവീസ് ഇല്ലാതെ ഒരു സംസ്ഥാനങ്ങളിലും മുന്നോട്ട് പോകാൻ ഒക്കില്ല. അല്ലെങ്കിൽ അപ്പം ഞാൻ രണ്ടാമത് ഈ പറയുന്ന അന്ന് ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കേരള ഈസ് സഫറിങ്. ഇമ്മീഡിയറ്റ്ലി ഷീ സെഡ്, നിങ്ങളുടെ ഫൈനാൻസ് മിനിസ്റ്റർ സംസാരിക്കാൻ തയ്യാറല്ല, ഞാൻ എന്ത് ചെയ്യണം? രഹസ്യമായിട്ട് പറഞ്ഞതാണ്, ഞാനിപ്പോൾ പരസ്യമായിട്ട് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാച്ചുറലി പണ്ടൊക്കെ ആണെങ്കിലും ഈ പറയുന്ന, എനിക്ക് തോന്നുന്നു ഈ പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് നമ്മളൊരു ബെലിജറൻ്റായിട്ടൊരു സ്റ്റാൻഡ് എടുത്തു തുടങ്ങിയത്. എന്ത് പറഞ്ഞാലും നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പാകിസ്ഥാനല്ലല്ലോ, നമ്മളൊരു ശത്രുവല്ലല്ലോ. കാരണം ഞാനും ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തിനകത്തുള്ള ഇത് നമ്മൾ എലക്ട് ചെയ്ത് വിടുന്ന ആളുകൾ ഒരു കോർഡിനേറ്റഡ് ആയിട്ട്, അതുവരെ രാഷ്ട്രീയം ഓക്കെ, പക്ഷേ സംസ്ഥാനത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള അനിമോസിറ്റി എന്തിനാണ്? അത് ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു കൺജീനിയലായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ ഒക്കുന്നതാണ്. അപ്പം ഇവിടുത്തെ എല്ലാം എന്ത് പറഞ്ഞാലും നമ്മൾ അതിനെ ഒഫൻഡ് ചെയ്യുന്നു. ഇവിടെ CA ഞങ്ങൾ ഇവിടെ നടത്തില്ല,
GST കൊണ്ട് തുടങ്ങി, ഡിമോണിറ്റൈസ്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഒരു പക്ഷേ കേന്ദ്രത്തിൻ്റെ ഒരു അഡീഷണൽ ഒരു ലെറ്റ് us ഗോ ബൈ ദ റൂൾ ബുക്ക് എന്ന് പറയേണ്ടി വരുന്ന കാര്യം. നാച്ചുറലി ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു അന്ന് മാണി സാറും ഒക്കെ ഇത് ചെയ്തിരുന്നപ്പോഴും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. കാരണം അദ്ദേഹം ചെയ്ത് ഒരു പക്ഷേ GST കൗൺസിലിന്റെ ചെയർമാനൊക്കെ എക്സാക്ട്ലി. അപ്പോൾ അതൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതാണ്. അദ്ദേഹം അങ്ങനെ ഒരു ബലിജറൻ്റ് ആയിട്ട്, കാരണം അത് പ്രാക്ടിക്കൽ എക്കണോമിക്സ് അറിയായിരുന്നു, അദ്ദേഹത്തിന് പ്രാക്ടിക്കൽ എക്കണോമിക്സ് അറിയാമായിരുന്നു അല്ലേ? അത് ഞാനൊരു 100% അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ ഞാനൊരു ഇതെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് ഒരു നയമുണ്ടായിരുന്നു, ഒരു പിണക്കാതെ നമ്മുടെ സ്റ്റേറ്റിന് വേണ്ട കാര്യങ്ങളും മറ്റുമൊക്കെ ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നമ്മുടേതായ കുഴപ്പങ്ങളുണ്ട്. നമ്മുടെ ഡെമോഗ്രാഫി ബുദ്ധിമുട്ടാണ്, നമുക്ക് കൃഷിയില്ല, ഇൻഡസ്ട്രി ഇല്ല. അപ്പം നമ്മളൊരു കുറേയൊക്കെ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടും ഇതുമൊക്കെ വേണ്ടേ, അത് ചെയ്തില്ല. അപ്പോൾ ബിസിനസ് ഇവിടെ കൊണ്ടുവരണം, അതിന് ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ട് പോലുള്ള ഇതിൻ്റെ ഒരു വരുന്നതിന് ഇൻഫ്രാ ഡെവലപ്പ് ചെയ്യണം, ഒരു ഗ്രോത്ത് കൊറിഡോർ തന്നെ നമുക്ക് ഉണ്ടാക്കാനൊക്കും. ഇവിടെ നമുക്കിത് വരണമെങ്കിൽ, ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ബെനിഫിറ്റ് വരണമെങ്കിൽ നമ്മളിവിടെ ലോഡിങ്ങും അൺലോഡിങ്ങും നടക്കണം. പിന്നെ അവരുടെ ഭാഷയിൽ സ്റ്റഫിങ്ങും ഡീസ്റ്റഫിങ്ങും നടക്കില്ലേ. ഇവിടെ നിന്ന് സാധനം വെളിയിലോട്ട് കയറ്റി അയക്കുന്നതാണ് വേണ്ടത്. ഇപ്പം ലോറി പഞ്ചാബിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു. അപ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് എന്ത്, തിരുവനന്തപുരത്ത് നിന്ന് എന്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കും അല്ലേ? അതുപോലെയാണ് കപ്പലുകൾ. അപ്പോൾ ഇവിടെ സാധനം ഇറക്കണമെങ്കിൽ ഇവിടെ നിന്ന് കയറ്റി അയക്കാനായിട്ടുള്ള സാധനം വേണം. ഇതിനുള്ള ഇൻഫ്ര നമുക്കുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല, കയറ്റി അയക്കാൻ സാധനം. പക്ഷേ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും സാധനം ഇവിടെ കൊണ്ട് വയ്ക്കാനുള്ള ഒരു റോഡ്സും ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതില്ലാതാണ് നമ്മളെ പിഴിഞ്ഞ പദ്ധതിന് പുറകെ പോകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുമോ? അത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. ജനത ചിന്തിക്കുന്നില്ല കേട്ടോ ഇത്തരം കാര്യങ്ങളിലേക്ക്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറയേണ്ടത്. അവിടെയാണ് നമുക്ക് ഈ ഇപ്പോൾ പോർട്സും മറ്റുമൊക്കെ ആകുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് വേണം. ഇൻ്റർ സ്റ്റേറ്റ് ബന്ധങ്ങൾ നമുക്ക് വേണം. അവിടെ നിന്ന് ഉണ്ടാകുന്ന സാധനം ഇവിടെ കൊണ്ടുവരാനുള്ളൊരു ബെസ്റ്റ് റൂട്ട് നമ്മൾ ഉണ്ടാവണം. ഇവിടെ നിന്ന് സ്റ്റഫിങ് നടക്കണം. ഇവിടെ നല്ല വഴി പോലും ഇല്ലാതൊന്നും നടക്കില്ല. നമ്മൾ സാധനം കൊണ്ടുവന്നാൽ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാനുള്ളൊരു സംവിധാനം വേണം. കോൾഡ് സ്റ്റോറേജ് വേണം. വെജിറ്റബിൾസും മറ്റുള്ള സാധനങ്ങൾ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഫുഡ് സ്റ്റഫ് പോകണമെങ്കിൽ. അപ്പോൾ ഈ തലത്തിൽ ചിന്തിക്കുന്നില്ലാത്ത ഒരു സ്ഥിതി വിശേഷമാണ്. കാരണം നമുക്കിപ്പോഴും കടമെടുക്കാൻ മാത്രമേ സമയം ഉള്ളൂ, എന്നിട്ട് ചിലവാക്കുക. ഒന്നുകിൽ അത് കാരണം നമുക്ക് ഗോശാല ഉണ്ടാക്കാം. എനിവേ, അല്ല, അപ്പോൾ ഇനി എന്നാ ചെയ്യും നമ്മൾ? എങ്ങനെ പരിഹാരം പരിഹാരം എന്ന് പറയുന്ന ഒരു ഡീപ്പ് സർജറിയേ ഉള്ളൂ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് കൊടുത്ത സാലറി ഇൻക്രീസ് കുറയ്ക്കാൻ ഒക്കും? പറ്റത്തില്ല. പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ആളുകളെല്ലാം അവരവരുടെ ചിലവും വരവും മാസശമ്പളം കിട്ടുന്നവർ അത് വെച്ച് കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരെടുത്ത് പറയണം നാളെ മുതൽ ശമ്പളം കുറയ്ക്കും എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി അത് നടത്തൂ. അപ്പം 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരണം. കാരണം ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനോ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനോ പൈസ ഇല്ല. അപ്പോൾ അതിനെന്ത് വേണം? അതിനുള്ള അറ്റ്മോസ്ഫിയർ ഇവിടെ വേണം. ആ അറ്റ്മോസ്ഫിയർ ഉണ്ടാകണമെങ്കിൽ ഇവിടുത്തെ യൂണിയനെ റീനിൻ ചെയ്യണം, അവരെ കൺട്രോൾ ചെയ്യണം. ഇതല്ലെങ്കിൽ പോലും ഇവിടുത്തെ ധൂർത്തുണ്ട് എന്ന്. ഇപ്പം ഒരു എക്സ്പെൻസീവ് ഒരു വണ്ടിയിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ മന്ത്രിമാരെല്ലാവരും യാത്ര ചെയ്തു. അതെ, നല്ല മെസ്സേജാണോ മോശമായ മെസ്സേജാണോ അത് കൺവേ ചെയ്തിരിക്കുന്നത്? അത് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഇതൊരു പെർസെപ്ഷനാണ്. ഇങ്ങനെയൊക്കെ ധൂർത്തിൽ അടിച്ച് ചെയ്യും. അതിൻ്റെ ഒരു ഇൻസിഗ്നിഫിക്കൻറ്റ് കോസ്റ്റ് ആവാം ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഹെലികോപ്റ്റർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു അനാവശ്യമാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു റോങ് പബ്ലിസിറ്റിയാണ്. എസ്പെഷ്യലി നമ്മളൊരു വളരെ ക്രൈസിസിലൂടെ പോകുമ്പോൾ. അപ്പോൾ അത് മാറ്റിയാൽ മാത്രമേ ആളുകൾക്ക് ഇവിടെ കോൺഫിഡൻസ് വരുള്ളൂ. ഈ ട്രഷറിയിൽ പണം വരാൻ പോലും പറ്റുന്നില്ലാത്ത സാഹചര്യം മാറണമെങ്കിൽ ഇത് ചെയ്യണം. ഇതിന് സമയമെടുക്കും.
അപ്പോൾ അതിന് ഇടയ്ക്കുള്ള സമയം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു റീകാലിബ്രേറ്റ് ചെയ്ത ഒരു ഫൈനാൻഷ്യൽ മോഡൽ ചെയ്യാൻ ഒക്കുമോ? അപ്പം ഒരു ലോങ് ടേം സ്ട്രാറ്റജി ഉണ്ടാവണം. ഇവിടെ കുറച്ചുകൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന രീതിയിലുണ്ടാവണം. കാരണം ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഈ ISRO പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് 10,000 കോടി രൂപയുടെ ഓർഡേഴ്സാണ് അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്നത്. അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ മുറ്റത്ത് ഇത് ഉണ്ടാക്കിയാൽ ഇവർക്കൊരു മിനിമം 3-4 മാൻഡേറ്റ്സ് ഇത് ഇൻസ്പെക്ഷന് പോകുന്ന ആളുകളുടെ സേവ് ചെയ്യാം. ഓക്കെ. ഇപ്പം ഷാജൻ വർക്ക് ചെയ്യാണ് ISROയുടെ ഇൻസ്പെക്ഷൻ നടത്താൻ പോകുമ്പം ഇവിടെ നിന്ന് പോകുന്ന ഒരു ദിവസം ഇൻസ്പെക്ഷൻ നടത്തിയ 1-2 ദിവസം തിരിച്ചു വരുന്ന ദിവസം ഇതിന് കോമ്പൻസേറ്ററി ഓഫ് ഇതെല്ലാം കൂടി ഒരാഴ്ച പോയി കിട്ടും ഒരാളുടെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ. അപ്പോൾ ഇതും ഇവിടെ ലോക്കൽ ഇതിനൊന്നും വലിയ തോതിലുള്ള ഇത് വേണ്ട 100-200-300 കോടി രൂപയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടാക്കാം. നമ്മൾ അതിനൊക്കെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ, സ്പേസ് പാർക്കും അത് ഇതൊക്കെ ഉണ്ട്, ഇടും, അതെല്ലാം സെമിനാർ നടത്തി തീരും. അപ്പം ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകളാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവർ ഒട്ടും അറിവില്ലാത്ത, കാരണം ഇവിടുത്തെ IASകാർക്കൊന്നും ബുദ്ധിയില്ലാന്നൊന്നും അല്ല. പക്ഷേ ഇത് നടത്തിക്കൊണ്ട് പോകാൻ ഒരു ആർജവം ഉണ്ടാവണം, അതിനൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണം, അതിനൊരു ഈ പറയുന്ന പോലെ ഇപ്പം നരേന്ദ്രമോദിയെ എല്ലാവരും ഇന്ന് ഇഷ്ടപ്പെടുന്നത് ഒരു പബ്ലിക്കായിട്ടോ മനസ്സിനകത്തോ ആക്സെപ്റ്റ് ചെയ്യാതെയോ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ അദ്ദേഹം ഒരു ടാർഗറ്റ് വച്ചിട്ട് ഞാൻ ഇന്ന 2047 ഹൈ ഇൻകം കാറ്റഗറിയിൽ ഈ എക്കണോമിയെ ഞാൻ കൊണ്ടുപോകും. അദ്ദേഹത്തിന് ടാർഗറ്റ് ഉണ്ട്, അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുന്നു എന്ന് നാട്ടുകാർ വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് നമുക്കിവിടെ പ്രാബല്യത്തിൽ വരുത്താൻ പറ്റിയിട്ടില്ല. അപ്പം നാച്ചുറലി ഇത് ഗവൺമെൻറ് ഒന്ന് റീഹാഷ് ചെയ്ത് റീമോഡൽ ചെയ്ത് ഒരു ഇൻക്ലൂസീവായിട്ട് ഇത് കംപ്ലീറ്റ്ലി രാഷ്ട്രീയവൽക്കരിച്ചു. ഇപ്പം മറുനാടൻ എന്തെങ്കിലും എതിര് പറഞ്ഞ മറുനാടനെ പൂട്ടുക എന്നുള്ളതായി. അപ്പം നാച്ചുറലി ഇതൊരു സംതിങ് നമ്മുടെ ഒരു ആ ലെവലിലുള്ള ഒരു ഡെമോക്രസിക്ക് പറ്റിയ ഒരു രീതിയല്ല. 60 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ വന്ന ഒട്ടിച്ചിട്ട് പോയി 24 മണിക്കൂറിനകം ഒഴിയണമെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അങ്ങനെ വേറെ ആർക്ക് ഇത് ചെയ്യണം? പിന്നെ ഇവിടുത്തെ മേജർ, ഞാൻ ഈയിടയ്ക്കൊരു ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അതിൽ എന്നെ ഒന്ന് വിളിച്ചിരുന്നു, ഹരിലാൽ സാറായിരുന്നു അദ്ദേഹം. എനിക്കറിയില്ല, ഒരു ജനറലി ഒരു ലെഫ്റ്റിസ്റ്റ് ആളുകൾക്കൊക്കെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഒരു ഡിഫറൻസ് ചേട്ടനാ അറിയാം, പക്ഷെ പുള്ളിക്ക് അങ്ങനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അത് അദ്ദേഹം പുള്ളി നല്ല ധനതത്വശാസ്ത്രജ്ഞനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ അവൻ ഞാൻ ഈ ഗിഗ് എക്കോണമി, നമ്മുടെ ഇവിടുത്തെ എംപ്ലോയ്മെൻ്റ് ഇല്ലാത്തതിനെ പറ്റി സംസാരിച്ചു. ഇന്നത്തെ ചെറുപ്പക്കാർ എന്തുകൊണ്ട് ഈ പറയുന്ന ടാക്സി ഓടിക്കാനും അതുപോലെ തന്നെ ഈ ഫുഡ് ഡെലിവറി ചെയ്യാനും ഒക്കെയുള്ള, അല്ലെങ്കിൽ യൂട്യൂബറായിട്ടും, കാരണം ഒരു ഷാജൻസ്കറിയ ഇതിൽ നിന്നും പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് ചെയ്യും. അതെ. അപ്പോൾ ഇത് വാസ്തവം പറഞ്ഞൊരു സസ്റ്റൈനബിൾ മോഡലല്ല. ഷാജൻ കാലാകാലങ്ങൾ ജേർണലിസ്റ്റ് ആയിരുന്നു, അത് പഠിച്ചിട്ട് ഒരു പക്ഷേ ഇതൊരു അന്നത്തെ ഏർലി മൂവർ ആയതുകൊണ്ട് ഒരു സക്സസ്ഫുള്ളായിട്ടൊരു 60 പേർക്ക് ജോലി കൊടുത്തൊരു ബിസിനസ് മോഡലാക്കി. പക്ഷേ എല്ലാവരും അത് കണ്ട് ഒരു യൂട്യൂബർ ആയാൽ അതിൽ നിന്ന് പണം സസ്റ്റൈനബിളായിട്ട് കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഗിഗ് എക്കോണമിയുടെ പാർട്ടാണ്. ഇത് ചെയ്യാം എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പം നിർമ്മല സീതാരാമൻ മക്ഡൊണാൾഡ്സിൽ ജോലി ചെയ്തു. അവർ US പഠിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിനെ സപ്ലിമെൻ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് ഇത് ചെയ്യാനായിട്ട് 3-4 മണിക്കൂർ അമേരിക്കയിൽ ചെയ്യും. ഇതാണ് ഗിഗ് എന്ന് പറയുന്നത്, ടെമ്പററിയാണ്. ഇതിന്ന് കേരളത്തിൽ യൂണിയനൈസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ വെൽഫെയർ നോക്കണം. ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് അവർ സപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള പോക്കറ്റ് മണി എന്നോ അല്ലെങ്കിൽ അവർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ എന്നോ ഒക്കെ പറയുന്നു. എൻ്റെ മകൻ +2 കഴിഞ്ഞ് ഞാൻ ഇംഗ്ലണ്ടിൽ വിട്ടു ഡിഗ്രി കയറാൻ. അവൻ പണിയെടുത്തിട്ടാണ് അവൻ്റെ കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷെ ഫീസ് ഞാൻ കൊടുത്തു, പക്ഷെ അവൻ പഠിക്കും, പക്ഷെ അവന് ജീവിക്കാനുള്ള കാശ് അവൻ ഉണ്ടാക്കും. അവൻ പോകുന്ന ഒരു ഫാക്ടറിയിലെ ഒരു ഫുഡ് മാനുഫാക്ചറിങ് ഫാക്ടറി പാക്കിങ്ങിന്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു യുവജനം യൂണിയനൈസ് ചെയ്ത് അതിനെ ഫോർമൽ എക്കോണമി ആക്കാമെന്ന് വിചാരിച്ചാൽ ഇവരുടെ ഒരു പ്രാക്ടിക്കലായിട്ടൊരു 30-35 വയസ്സാകുമ്പോഴത്തേക്ക് ഇവരുടെ ഒരു എനർജി തീരും. ഇപ്പം ഷാജൻ നടത്തുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ യു വുഡ് ലൈക്ക് ഒരു വളരെ യങ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും താല്പര്യം.
ഈവൻ റിപ്പോർട്ടറായിട്ടാണ്. റിപ്പോർട്ടറാണെങ്കിലും ഞാനൊരു 35 വയസ്സിൽ താഴെയുള്ളവരെ എടുക്കാൻ താല്പര്യം. അപ്പോൾ സ്കില്ലില്ലാത്തവരാണെങ്കിൽ ഈ 35 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റീവ് ലൈഫ് ഏതാണ്ട് അവസാനിക്കും. അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടപ്പെട്ട ഒരു വിഷമമുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അതിനകത്തുള്ളൊരു PhD സ്കോളർ, യങ് മാൻ, യങ്സ്റ്റർ, ഞാൻ പറയുന്നത്, ഇവിടെ ഒരു പാനലിസ്റ്റ് പറഞ്ഞു യൂണിയനൈസ് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. ഒരിക്കലും അവരുടെ വെൽഫെയർ നമുക്ക് മാറ്റിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ട്രേഡ് യൂണിയനിസം അല്ലെങ്കിൽ യൂണിയനൈസ് ചെയ്ത് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പറയുന്ന ഒരു യുവജന വിഭാഗത്തെ വാർത്തെടുക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. സോറി, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിന് നിയമങ്ങളില്ലേ? അതെ, നിയമം കൊണ്ടുവരണം. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഗവൺമെന്റ്. അതിന് യൂണിയൻ എന്തിനാ? അതെ, യൂണിയനൈസ് ചെയ്യുമ്പോൾ ഇത് ഫോർമലൈസ്ഡ് ആയി, അതിന് ഒരു മിലിറ്റൻസി വന്നു. നാച്ചുറലി ആളുകൾക്കിത് നമ്മൾ ഒരുമിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു അദ്ദേഹത്തിന് ഒരു എത്ര മണിക്കൂറിന് ഇത്ര മിനിമം വേജസ് ഉണ്ട്, ഇതുണ്ട്, ഇത് ചെയ്തില്ലെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, അത് കേസെടുക്കുക. അതിന് യൂണിയനൈസ് എന്തിനാ? ഈ ടെമ്പററി വർക്കിന്. അപ്പോൾ ഇതൊരു വരുമാന മാർഗം അല്ല. ഇന്ന് കേരളത്തിലെ ഒരുപാട് പേര് ഇത് തെറ്റിദ്ധരിച്ച് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യുന്നു. 18,000-20,000 രൂപ വരും. അക്കൗണ്ടൻറ്റായിട്ട് എൻ്റെ ഓഫീസിൽ വന്നിരുന്ന് ഞാൻ ഈ കണക്കെഴുത പഠിക്കാനാണ് ഞാൻ 3,000 മുതൽ 5,000 രൂപ വരെ സ്റ്റൈപ്പൻഡ് കൊടുക്കുകയുള്ളൂ. ഇവൻ 1 വർഷം മിനിമം 2 വർഷം എഴുന്നാലേ ഷാജിൻ്റെ ഇവിടെ വന്നിരുന്ന ഒരു കണക്കെഴുതി തരാൻ പഠിക്കുകയുള്ളൂ. പക്ഷെ അവരൊരു 35 വയസ്സാകുമ്പോൾ അവൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യും. അവന് 30,000, 40,000, 50,000 രൂപയൊക്കെ ഉള്ള ലെവലിലേക്ക് അവന് പോകും. കാരണം അവനൊരു നോളജ് എക്കോണമിയിലാണ് വരുന്നത്. അതും ഇന്നത്തെ തലമുറ ഇന്ന് ആക്ച്വലി എനിക്ക് ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഈ വളരെ പോപ്പുലറായിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും എനിക്ക് തോന്നുന്നത് ഇത് കീ ടേക്ക് അവേ. അതായിരിക്കും നമ്മുടെ എക്കോണമിയുടെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഗ്രോത്ത്. സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, വികസനം ഉണ്ടാകുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഇത് രാഷ്ട്രീയം വേറെ, എന്നെയും നിങ്ങളെയും ബാധിക്കുന്നതല്ല. പക്ഷേ നമ്മുടെ ഈ പറയുന്ന സ്റ്റേറ്റിനെ ഈ പറയുന്ന രാഷ്ട്രീയം കാരണം ഒരുപാട് ബാധിച്ചു. ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഇതെന്തൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇത്തവണ അവർ കടം വാങ്ങി സുപ്രീം കോടതി പോയ കേസ് തള്ളി. ഈ സാഹചര്യത്തിൽ അവർക്ക് കഴിഞ്ഞ തവണ വാങ്ങിയതൊക്കെ കുറച്ച് കഴിയുമ്പം ഈ വർഷം എന്തു ചെയ്യും? അതിന് അങ്ങനെ സാമ്പത്തിക വിദഗ്ധനല്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ചോദിക്കേണ്ട, വലിയൊരു പ്രതിസന്ധിയിലേക്ക് വരത്തില്ലേ? നിശ്ചയമായിട്ടും നമുക്ക് ഈ വേസ് ആൻഡ് മീൻസ് എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്ന എന്നോട് ചോദിച്ചാൽ ഐ ഡോണ്ട് ഹാവ് എൻ ആൻസർ. ടാക്സ് റവന്യൂസ് ഇല്ല, പിരിച്ചെടുക്കാനുള്ള കടം പിരിച്ചെടുത്തിട്ടില്ല എന്ന് CNAG പറയുന്നു. കടമല്ല, ടാക്സ്. അപ്പോൾ ഒരുപക്ഷെ ഊർജിതമായിട്ടൊരു കടവും കിട്ടാതെ വരുന്നു. അപ്പോൾ ശമ്പളം മുടങ്ങാം, പെൻഷൻ മുടങ്ങാം. ഇപ്പോഴും പെൻഷൻ മുടങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മ KSRTCയിലായിരുന്നു. അപ്പോൾ പറയുക വേണ്ട, അന്ന് ഇപ്പം ഇല്ല, എന്നാലും അന്ന് ഈ പറയുന്ന പോലെ അവസാനം ഇത് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം അങ്ങനെ ഈ പറയുന്ന പല കാര്യങ്ങളിലും കോഓപ്പറേറ്റീവ് ബാങ്ക്സിനേക്ക് യൂട്ടിലൈസ് ചെയ്തത് അവരുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ ബാധിച്ചിട്ടുണ്ട്. അല്ല, ഇത് വലിയൊരു വിഷയമാണ്. അതായത് പറഞ്ഞപ്പോഴാണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കോഓപ്പറേറ്റീവ് ബാങ്കുടെ കൺസോർഷ്യം ഉണ്ടാക്കിയിട്ട് കാശെടുക്കുക. ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ മുഴുവൻ CPM ഭരിക്കുന്നത് കൊണ്ട് ചോദിച്ചാൽ കൊടുക്കും. പക്ഷേ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ തകർന്നു പോകും. അപ്പോൾ കേരള ബാങ്കിൽ നിന്ന് ഇവർ എടുക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് ഇവരുടെ ഇൻറ്റേർണൽ ഇടപാടാണല്ലോ. അങ്ങനെയാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത്. ഇത് എത്ര കാലം അങ്ങനെ പോകാൻ പറ്റും? വളരെയധികം ഈ ഒരു ആക്ടിവിറ്റി നമ്മുടെ ആളുകളുടെ പണം പോകുമോ എന്നുള്ളൊരു ആശങ്ക എനിക്ക് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. കോഓപ്പറേറ്റീവ് സെക്ടറിലുള്ള പണം പലരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ, നമ്മുടെ കേരളത്തിലെ കോഓപ്പറേറ്റീവ് സെക്ടർ വാസ്തവം പറഞ്ഞാൽ ആദ്യത്തെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നടത്തിയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ. IT സെക്ടറിൽ ആദ്യം തുടങ്ങിയതുപോലെ തന്നെ. അപ്പം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൊച്ചു സ്ഥലത്ത് പോലും ആളുകൾക്കൊരു ബാങ്കിങ് സംവിധാനം ഉണ്ടാക്കിയെടുത്ത. എൻ്റെ ആദ്യത്തെ അക്കൗണ്ട് കോഓപ്പറേറ്റീവ് ബാങ്കിലാണ്. എൻ്റെ അപ്പന് അന്നും ഇന്നും കോഓപ്പറേറ്റീവ് ബാങ്കിലുള്ളൂ, മറ്റേ ബാങ്കിലേക്ക് അടുത്ത കാലത്താണ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആളുകളുടെ ട്രസ്റ്റ് കാരണം ലോക്കലൈസ് ചെയ്ത് ഇപ്പം US യൂണിറ്ററി ബാങ്കിങ് ഉള്ളതുപോലെ കൊച്ചു അതുവരെ നമ്മുടെ ഒരു സമയം നമുക്കറിയാവുന്ന ആളുകൾ അത്യാവശ്യം വേണ്ട, അതിൽ നിന്ന് മാറി ഇതിനെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു വലിയ നിലയിലോട്ട് മാറ്റി. അത് അതിൻ്റെ ബാക്കിൽ ഒരുപാട്, അത് പറഞ്ഞാൽ വേറൊരു എപ്പിസോഡ് തന്നെ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്.
ശ്രീ അയ്യർ എന്ന് പറയുന്ന ഒരാൾ ഒരു ഹൂ പെയിൻറ്റഡ് മൈ മണി വൈറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഫിക്ഷണലൈസ് ചെയ്ത ഒരു കഥയാണ്. അതിനകത്ത് കേരളത്തിലെ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് ഈ വിദേശത്തുനിന്ന് വന്ന ഫേക്ക് നോട്ട് ലോണ്ടറി ചെയ്യാൻ ഉപയോഗിച്ചെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെ. അപ്പം ഈ നോട്ട് നിരോധനം മുഴുവനായിരുന്നല്ലോ ചെയ്തത്. അപ്പോൾ ഈ കോഓപ്പറേറ്റീവ് സെക്ടറിനെ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കുന്നതിന് എന്ത് വേണം എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ ഒരു വലിയ അപകടം അവിടെ നിന്ന് വരുന്നുണ്ട്. രണ്ട്, ഇപ്പോഴത്തെ ഇലക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന ഇലക്ഷൻ ലിമിറ്റ്സിലൊന്നും അല്ലല്ലോ. ഒരിക്കലുമല്ല. മിനിമം 10 കോടിയാവും അല്ലേ, മിനിമം. അപ്പോൾ ആ തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫണ്ട് ഇവിടെ നിന്നൊക്കെ ഈ പലയിടത്തുനിന്ന് സ്റ്റാഷ് ചെയ്തിരിക്കുന്ന ഫണ്ട് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു കോഓപ്പറേറ്റീവ് സെക്ടറിലായിരിക്കാം. അവിടെ നിന്നൊക്കെ ഫണ്ട് വിഡ്രോവൽ വരും. ഈ ലിക്വിഡിറ്റിയാണ് ഒരു ബാങ്കിൻ്റെ സസ്റ്റെയിൻ ചെയ്യുന്നത്. അത് കുറയാം. അപ്പോൾ ഇതൊരു കോമ്പൗണ്ട് ഇഫക്റ്റിൽ നെക്സ്റ്റ് മേജർ ക്രൈസിസ് ഈ കോഓപ്പറേറ്റീവ് സെക്ടറിൽ വന്നേക്കാം. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടി. ഇപ്പോൾ ഓടിച്ചെന്ന് ഈ ഉള്ള പണവും കൂടെ തിരിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ കോഓപ്പറേറ്റീവ് സെക്ടറിന് വീണ്ടും ബാധ്യത. അപ്പം വളരെ ഒരു 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 പ്രിക്കേറിയസ് സിറ്റുവേഷനാണ് ഇന്ന് കേരളത്തിൻ്റെ എക്കോണമി. ഒരു വശത്ത് കരിവന്നൂർ പോലുള്ള തട്ടിപ്പുകൾ, അതായത് പാർട്ടിക്കാർ തന്നെ ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന, ഇന്നിപ്പോൾ എല്ലാവരും ഞങ്ങൾ 2 ആഴ്ച മുമ്പ് കൊടുത്താണ്, അതായത് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്ന റെസിപ്പി ഞങ്ങൾ 2 ആഴ്ച മുമ്പ് കൊടുത്താണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ED ഇൻഫോം ചെയ്യുന്നുള്ള കാര്യം ഇപ്പോഴെല്ലാവരും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തട്ടിപ്പുകൾ ഉണ്ടാകുന്ന പ്രതിസന്ധി, രണ്ടായി സർക്കാർ ഇങ്ങോട്ട് മാറ്റുന്നുണ്ടാകുന്ന പ്രതിസന്ധി, ഇതെല്ലാം കൂടെ കൂടി കേരളത്തിൻ്റെ അവസ്ഥ അതിഭയങ്കരമാകാൻ സാധ്യതയുണ്ടല്ലേ. ഈ ചാർട്ട് അക്കൗണ്ടൻസിൻ്റെ പണ്ട് നാഷണൽ ലെവൽ മെമ്പേഴ്സ് ഉണ്ട്, ഈ സെൻട്രൽ കൗൺസിൽ മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇലക്ഷൻ നടത്തി കൗൺസിലാണ് ഭരിക്കുന്നത്. അവരൊക്കെ ഈ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ആദ്യം അവർ പറയുന്നത് നമുക്ക് കോഓപ്പറേഷൻ മിനിസ്റ്റർ ഒന്ന് കാണണം. ഓക്കെ. അപ്പോൾ ഞാനൊക്കെ കൂടെ പോയിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു MVR മറ്റൊക്കെ മന്ത്രിയായിരുന്നു, കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കും. അതായത് കോഓപ്പറേറ്റീവ് സെക്ടർ ഓഡിറ്റ് ചാർട്ട് അക്കൗണ്ട്സിനെ എൻഗേജ് ചെയ്യണം. ഓക്കെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയ സീനിയർ IAS ഓഫീസർ അദ്ദേഹമായിട്ട് ഇതിങ്ങനെ പേഴ്സണലായിട്ട് സംസാരിക്കട്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യു വിൽ നെവർ ഗെറ്റ് ഓഡിറ്റ് ഓഫ് cooperative banks or cooperative societies because that is the Swiss bank of the government. Okay. മനസ്സിലായി. അത് പക്ഷേ കേന്ദ്രം പിടിമുറുക്കുമെന്ന് തോന്നുന്നല്ലേ? അല്ല, ഇത് സ്റ്റേറ്റ് ഡൊമൈനാണ്. സെൻട്രലിലുള്ള ഡൊമൈൻ എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് മൾട്ടി സ്റ്റേറ്റ്. പക്ഷേ അവരെന്താ നോട്ടീസൊക്കെ അയക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻകം ടാക്സിൽ നോട്ടീസ് ഉണ്ട്, ഒരുപാട് ഡിമാൻഡ് വന്നിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരുമിച്ച് ഇത് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഇത് പാവപ്പെട്ട നാട്ടുകാരെ ഇതാ പറ്റിക്കും. അതൊരു റീസൺ തന്നെയാണ് എന്തുകൊണ്ടാണ് ഒരു വലിയ രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ് വന്നാൽ ഈ പറയുന്ന ഇന്നസെൻ്റ് ആയിട്ട് ഇതിനകത്ത് പെട്ടുപോയിട്ടുള്ള ആളുകളുടെ ഒരുപാട് ബാധിക്കും. ഈ ഇതിനോടനുബന്ധിച്ച് വേറെ 1-2 കാര്യം കൂടി ചോദിച്ചോട്ടെ. ഒന്ന്, ഇപ്പം ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടു. ക്രെഡിറ്റ് സൊസൈറ്റികൾ. മറ്റൊന്ന് നിധി ബാങ്കുകൾ. നിധി എന്തോ സാധനമാണല്ലോ, നിധി കമ്പനീസ്. അപ്പോൾ എനിക്കിത് രണ്ടിനെ കുറിച്ച് അറിയാം. ഈ ക്രെഡിറ്റ് സൊസൈറ്റികൾ ഇപ്പം ഒരുമാതിരി മണി ചെയിൻ മോഡലിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് റിസർവ് ബാങ്ക് ഇങ്ങനെ ഒരു അവസരം നിധി കമ്പനി വഴി ഇതെങ്ങനെ അവസരം കൊടുത്തു? നിധി കമ്പനിയുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയുടെ കീഴിലാണ്. ഓക്കെ. അപ്പോൾ ഈ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയുടെ കീഴിലാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ RBI കൊടുക്കുന്നൊരു കൺട്രോൾ. ഇപ്പം ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് സ്റ്റേറ്റ് ഡൊമൈനിലുള്ളതാണ്. കാരണം അഗ്രികൾച്ചറിന് വേണ്ടി തുടങ്ങുന്ന ഒരു കൂട്ടായ്മയാണത്. അതുപോലെ തന്നെയാണ് നിധി എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സാണ്. അപ്പോൾ RBIയുടെ വലിയ തോതിലുള്ള സൂപ്രണ്ടൻറ്റൻസ് അതിനകത്ത് വരുന്നില്ല. ഓക്കെ. അതാണ് അതിനകത്ത് അവരുടെ ഒരു എൽബോ സ്പേസ്. പക്ഷേ ഡെഫിനറ്റായിട്ടും അതിനൊരു കൺട്രോളും ഇപ്പം പഴയതുപോലെയൊന്നും നിധി കമ്പനികൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. വഴിയെ പോകുന്ന തട്ടിപ്പുകാർ മുഴുവൻ നിധി കമ്പനി, പ്രവീൺ റാണ മുതൽ സകലരും നിധി കമ്പനി. അത് പഴയ നിധി കമ്പനീസാണ്. പുതിയ നിധി കമ്പനീസിന് ഒരുപാട് കംപ്ലയൻസസ് നോക്കിയിട്ടൊക്കെ കൊടുക്കാറുള്ളൂ. ഇറ്റ്സ് നോട്ട് ഈസി. ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലും
ആക്ച്വലി അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. ഇത് യു കനോട്ട് ഹാവ് സൂപ്രിൻറ്റൻഡൻസ് ഓഫ് ദ ഗവൺമെൻറ്. എല്ലാം ഗവൺമെൻറ് തന്നെ ചെയ്യണം. നമ്മളൊരു ബേസിക് ഒരു ആസ് എ സിറ്റിസൺ നമ്മൾ ഇത് മനസ്സിലാക്കണം. അപ്പം കേരളത്തിലെ നമ്മളെ പ്രബുദ്ധ മലയാളികളെന്ന് പറയുമെങ്കിലും നമ്മൾ എനിത്തിങ് ദാറ്റ് ഇസ് ഹാവിങ് എ ഹയർ റിട്ടേൺ, അതെ, ഇവിടുത്തെ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ പോലും ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. ഈ ഹൈ റിച്ച് സാധനത്തിലൊക്കെ ആളുകളോട് എത്ര രൂപയാണ് കൊടുത്തു? അപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റർ അവെയർനെസ് ഉണ്ടാവണം. എല്ലാം നമുക്ക് ഗവൺമെൻറ് തന്നെ ചെയ്യണമെന്ന് പറയാനൊക്കില്ല. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്താലും ഒരു ലൂപ്പ് ഹോൾഡ്. അമേരിക്കയിൽ ഇന്ന് സ്കാംസ് ഇല്ലേ? അതെ, പോൺസി സ്കീം അവരാണ് ഇതിൻ്റെ പോൺസി എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങിയ ആളുടെ പേരാണ്. അപ്പോൾ അത് നമുക്ക് ലോകത്ത് എവിടെയാണെങ്കിലും ഒരു ലൂപ്പ് ഹോൾ, ലക്യൂണ എന്ന് നമ്മൾ പറയും, ഈ ലക്യൂണ കണ്ടുപിടിച്ച് ചെയ്യുന്നതാണ് അവരുടെ ബ്രില്യൻസ്. അതെ. അപ്പം നമുക്ക് ചെയ്യാൻ ഒക്കുന്ന ഒരു ലെവലിനപ്പുറമുള്ള ഇൻട്രസ്റ്റ് തരികയാണെങ്കിൽ നാച്ചുറലി ആലോചിച്ചോളും. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനൊക്കെ ഈ പറയുന്ന പ്രശ്നം വരുന്നത് എവിടെയാണ്? 10%. കാരണം ഇവരാരും ഒരു ഫിനാൻസ് വിസാർഡ്സ് അല്ല. ഓക്കെ. അവിടുത്തെ ലോക്കലി ഉള്ള ആളുകൾ. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താ, 10% ഞാൻ ബാങ്കിൽ നിന്ന് ഡെപ്പോസിറ്റ് എടുത്തിട്ട് 12% കൊടുക്കും. ഈ 2% സ്പ്രെഡ് വാസ്തവം പറഞ്ഞാൽ ഈ നോൺ പെർഫോമിങ് അസറ്റും അല്ലെങ്കിൽ ഈ സെക്രട്ടറി മുതലുള്ള താഴോട്ടുള്ളവരുടെ സാലറിയും യാത്രയും മറ്റുമൊക്കെ വെച്ചുള്ളതിന് ഈ 2% ആക്ച്വലി പോരാതെ വരും. ഓക്കെ. അതുകൊണ്ടാണ് ഈ ചെറിയ കടങ്ങൾക്ക് ആവറേജ് 20, 23, 24% പലിശ വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഫണ്ട് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ. കളക്ഷൻ വരണം, അതിനകത്ത് കുറേ പൈസ കിട്ടാതെ കടം വരും, അതിന് ലിറ്റിഗേഷൻ ഉണ്ടാവും. അപ്പം കോസ്റ്റ് കൂടുതൽ സാധാരണ. പക്ഷേ നമ്മൾ ഈ ഓവർ എന്തൂസിയാസ്റ്റിക് ആയിട്ട് 10 വാങ്ങിച്ച് 12 കൊടുക്കും, 2% ലാഭമുണ്ടല്ലോ. പക്ഷെ അല്ല, ഇത് മാനേജ് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളിലുള്ള അറിവിൻ്റെ കുറവ്. പിന്നെ ഈ ആളുകളുടെ ഇന്ന് CPM ഭരണത്തിൽ ഇരിക്കുന്ന അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഇത് അക്കൗണ്ടുണ്ട്, അല്ലെങ്കിൽ അവർ യൂട്ടിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ BJP ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് ഇതിനെ ഫർദർ തുരങ്കുമ്പോൾ അപ്പം അസറ്റ് ലയബിലിറ്റി തമ്മിലുള്ള അന്തരം വരും, ലോസസ് ഉണ്ടാവും. മനസ്സിലായി. അത് കേരളത്തിലെ പോലെ വളരെയധികം വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ വ്യാപകമായിട്ടുള്ളൊരു പ്രൊളിഫറേഷനുള്ള ഒരു സ്റ്റേറ്റിൽ ഇത് ഇമ്പാക്റ്റ്ഫുൾ ആകാം. അപ്പോൾ അതിനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമല്ല കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മളെ കല്യാണത്തിന് ഇത് ചെയ്തു, അല്ലെങ്കിൽ മാല പണയം വെച്ച് എന്തെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റീസിന് വേണ്ടിയാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുന്നില്ല. ഓക്കെ. ഇവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്യുവർ ബാങ്കിങ് ആക്ടിവിറ്റീസാണ് നടക്കുന്നത്. റിസർവ് ബാങ്ക് പറയുന്നുണ്ടെങ്കിലും ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് പറയുന്നത്, പക്ഷെ ഇപ്പോഴും കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. കോപ്പറേറ്റീവ് ബാങ്ക് വാസ്തവം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന് അവർക്ക് വേണ്ട ഒരു മ്യൂച്വൽ ആയിട്ട് ഒരു സാധനം. ഇതല്ല ഇവിടെ നടക്കുന്നത്. ഇതൊരു ബ്ലേഡ് കമ്പനിക്ക് പകരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള രീതിയിലോട്ട് മാറി. അല്ല, അതാണ് എൻ്റെ ചോദ്യം. ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം തകരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഡെഫിനറ്റായിട്ടും അവർ ഹയർ റേറ്റ്. എനിക്ക് തന്നെ ഡെയിലി കോൾ വരും, സാർ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ് എന്താ? അങ്ങനെ ഞാൻ കണ്ടൊരു ബോർഡ്, ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ബോർഡ്, ബസ് വണ്ടികളെ ഞാൻ കണ്ടു. അതാണ് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം. അപ്പോൾ ഇത് അങ്ങനെ അല്ല. ഞാൻ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്ന പലരും പറഞ്ഞു, ഇതൊരു സാധാരണ കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെ മാനേജ് ചെയ്യുന്നു, അത് നന്നായിട്ട് മാനേജ് ചെയ്താൽ നിങ്ങൾക്ക് പൈസ തിരിച്ച് കിട്ടും. പക്ഷേ നന്നായിട്ടല്ല മാനേജ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഇത് ഗവൺമെൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ സർക്കാരിന് വരുമാനമില്ല, ലോൺ കിട്ടുന്നില്ല, ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി. മറുഭാഗത്ത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്, നീതി ബാങ്ക് എല്ലാം കൂടെ നടത്താൻ പോകുന്ന, കോപ്പറേറ്റീവ് ബാങ്കും ഒക്കെ നടത്താൻ പോകുന്ന തിരിമറികളും തട്ടിപ്പും, അങ്ങനെ നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ്. ഡെഫിനറ്റായിട്ട് വളരെ ക്രിട്ടിക്കലായിട്ട് എല്ലാ ആളുകളും ചിന്തിക്കേണ്ട ഒരു സമയം, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഒറ്റ ചോദ്യം കൂടെ. ഈ സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക ബാധ്യത കൂടുന്നു, കടമെടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. ഈ സാഹചര്യം എങ്ങനെ മാനേജ് ചെയ്യും? കേന്ദ്രം കാശ് മുടക്കുമോ? ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു 4 ലക്ഷം കോടിയാണ് നമ്മുടെ ബാധ്യത, നമുക്ക് തിരിച്ചു കൊടുക്കാനില്ല, കാരണം വരുമാനമില്ല. അപ്പോൾ ഇതെങ്ങനെ രാജ്യത്തെ ബാധിക്കും? എന്തായിരിക്കും അതിൻ്റെ പരിഹാരം ഉണ്ടായി വരുന്നത് ഒടുവിൽ? അതിൻ്റെ ഒരു ലീഗൽ സൈഡ് ഞാൻ നോക്കിയില്ല, അങ്ങനെ ഒരു ചോദ്യം. അല്ല, ഞാനിപ്പോഴും ആലോചിച്ചു, പിണറായി കടം മേടിച്ചോണ്ടിരിക്കും, ഈ കടം തിരിച്ചടയ്ക്കില്ല. അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി സെന്ററിന് തന്നെയാണ്. ആണല്ലോ. അതെ,
അപ്പം നാച്ചുറലി അവർ അല്ല നമ്മൾ ബെയിൽ ഔട്ട് ചെയ്യേണ്ടി വരും. ബെയിൽ ഔട്ട് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു അതായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന ഒരു കോൺഫിഡൻസ്, ഈ ഞാൻ ശ്രീലങ്ക പോലെ ആകില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ ഇത് തന്നെയാണ്. കാരണം നമ്മളൊരു ഒരു ഒരു വലിയ പ്രോഗ്രസ് നടക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെയാണ്. നമുക്കാണല്ലോ പ്രശ്നം, ബെയിൽ ഔട്ട് ചെയ്യും, അപ്പം ഇവിടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ എല്ലാം നടത്തി കൺട്രോൾ ചെയ്യും. ഇന്ന് ആക്ച്വലി ഇപ്പം നിർമ്മല സീതാരാമൻ ഇവിടെ ഇത് എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ റീസൺ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ വന്നപ്പോൾ, ഒരു നിയമം ഉണ്ടാക്കിയപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടില്ല. അതെ. അപ്പം അതിൻ്റെ കാരണമുണ്ട്. അതായത് ഇത് ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായൊരു സ്ഥലത്ത് അതെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി യൂണിയൻ ഗവൺമെൻറ്റിനുണ്ട്. അതെ. ആ യൂണിയൻ ഗവൺമെൻറ്റിനുള്ളത് കൊണ്ട് അവർ പറയുന്ന ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളും ക്യാപ്പിലും പാലിച്ചു. ഇതായിരിക്കും ഭരണഘടനാ ബെഞ്ചിൽ നിന്നും വരാൻ പോകുന്ന ഒരു വിധി. ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇവരുണ്ടാക്കി ഏറ്റവും വലിയ ചോദ്യം, ഇവർ തിരിച്ചടച്ചില്ല എന്നാ ചെയ്യും, കേന്ദ്രം അടക്കണ്ടേ. എക്സാക്ട്ലി. അപ്പോൾ അതിൻ്റെ ഒരു ലീഗൽ വശമല്ല ഞാൻ പറഞ്ഞത്, ഒരു കോമൺ സെൻസിക്കൽ ആൻസറാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സെൻട്രൽ ഗവൺമെൻറ്റിനെ ഫേവർ ചെയ്തില്ലെങ്കിൽ പോലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തു. അതോടെ ഇവന്മാരുടെ എല്ലാം തട്ടിപ്പ് തീരുന്ന, ഇത് പഠിച്ച് വിധി വരുന്നതോടെ ഇവർക്ക് ആർക്കും ഈ ഒരു പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെയും ചിലപ്പം ബാധിക്കും. വല്ല ഈ ഒരു പണി ചോദിച്ചു വാങ്ങിയ പണിയാണ്. എന്തായാലും സന്തോഷം, ജനങ്ങൾക്ക് മനസ്സിലാവുന്ന സാമ്പത്തിക വിഷയങ്ങളെ നമ്മൾ ഇത്രയും ലളിതമായി സംസാരിച്ചു. താങ്ക് യു.